അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 1 മന്ത് മുമ്പ് ഞാൻ ഒരു ട്രിപ്പ് പോയൊരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ മൂന്നാർ എല്ലപ്പെട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു പാക്കേജായിട്ടാണ് പോകാൻ നിന്നത്, സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ലൈഫിലെ. അപ്പോൾ ഞാൻ തലേന്നേ പോയിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ കസിനായിരുന്നു അതിൻ്റെ കോർഡിനേറ്റർ. അപ്പോൾ ഞാൻ തലേന്നാണ് പോകുന്നത്. അപ്പോൾ തലേന്ന് ഞാൻ നേരെ തലശ്ശേരിയിൽ നിന്ന് നേരെ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് ട്രെയിൻ കയറി അങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയത് ഒരു 7 മണിക്കാണ്. 7 മണിക്ക് എത്തിയപ്പോൾ അവിടെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു 45 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അറിയുന്ന ഒരാളെ വീടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നേരെ കിടന്നുറങ്ങി. എന്നിട്ട് ഒരു 1 അവറോളം മാത്രമേ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ നേരെ രാവിലെ എണീച്ച് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി ഞങ്ങൾ നേരെ ട്രാവലറിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീച്ച് വേഗം പോയി. അങ്ങനെ ട്രാവലറിൽ കയറി നേരെ ഞങ്ങൾ കൊച്ചിയിലേക്ക് പോവാണ്. അങ്ങനെ കൊച്ചിയിലെത്തിയപ്പോൾ ഞങ്ങൾ നേരെ ഒരു ചായയൊക്കെ കുടിച്ച് നേരെ അവിടുന്ന് ആൾക്കാരൊക്കെ പിക്കപ്പ് ചെയ്തു. കാരണം ഞങ്ങൾ നേരെ തലേന്നാണല്ലോ വന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കോർഡിനേറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ കോർഡിനേറ്റേഴ്സ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പിക്ക് ചെയ്ത് നേരെ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് വിട്ടു. മൂന്നാറിലേക്ക് വിട്ടപ്പോൾ ഞങ്ങൾ മൂന്നാറിലെത്തിയ സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അന്ന് ഒരു 2 അവറോളം ഞങ്ങൾ ആ ബ്ലോക്കിൽ സ്റ്റക്കായിപ്പോയി. അങ്ങനെ ബ്ലോക്ക് പെട്ട് കുറേ നേരം ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ എത്തിയത് ഒരു 6:45 അങ്ങനെ ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നല്ല ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 6:45 അങ്ങനെ ആയപ്പോൾ എത്തി. ഞങ്ങൾ നേരെ നടന്ന് കുറച്ച് പകുതി വരെ ആയിരുന്നു ഇങ്ങനെ ബാഗൊക്കെ എടുത്ത് വണ്ടി പോവുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ട്രക്ക് ചെയ്തിട്ട് വേണം മേലെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരു ട്രക്കൊക്കെ ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഞാൻ ഇതുവരെ ട്രക്കൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് കയറുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ കയറി
അങ്ങനെ കയറുമ്പോൾ ഒരു ശ്വാസം മുട്ടലും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ടൈം. അപ്പോൾ അങ്ങനെ കയറി ഫസ്റ്റ് അവിടെ എത്തിയപ്പം അവിടെ ഫസ്റ്റ് കണ്ട ആ ഒരു കാഴ്ചകളുണ്ടല്ലോ, നമുക്ക് ഫസ്റ്റ് കയറിയിട്ട് കാണുന്നൊരു കാഴ്ച, അത് ഒരു വേറെ തന്നെ ഫീലാണ്. അപ്പോൾ അവിടെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അവിടുന്ന് കിട്ടിയത് ചായയും അതുപോലെ തന്നെ ഉള്ളിവടയാണ്. അപ്പോൾ അവിടെ ടെൻറ്റ് സ്റ്റേ ആയിരുന്നു. അപ്പോൾ അവർ ടെൻറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെൻറ്റിലേക്ക് ആൾക്കാരൊക്കെ പോയി. അങ്ങനെ ഞങ്ങളൊക്കെ ഫ്രഷപ്പായി അവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടിരുന്നു. കുറച്ച് സംസാരിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ രാത്രിത്തെ ഫുഡ് വന്നു. രാത്രിത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീ റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ സാലഡും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. ക്യാമ്പ് ഫയർ സെറ്റാക്കിയ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അവിടെ കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് ടൈം ആയപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ പോയി, അവർ ഉറങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 5-6 പേര് മാത്രം. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് രാത്രി ഒരു 2 മണി വരെ ഇരുന്ന് സംസാരിച്ച് ലാസ്റ്റ് മേലെ പോയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ മേലെ പോയി ഉറങ്ങാൻ നിന്നു. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഇപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴയും നോക്കി അവിടെ ഇങ്ങനെ നോക്കി കുറേ നേരം അനങ്ങാണ്ട് ഇങ്ങനെ ഇരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത്. ഇങ്ങനെ എൻജോയ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അങ്ങ് ഇരുന്നു. അങ്ങനെ നേരം വെളുത്തപ്പോൾ ചായ കുടിച്ച് ഞങ്ങൾ നേരെ സൺറൈസ് കാണാനാണ് പോയത്.
സൺറൈസ് കാണാൻ വേണ്ടി ട്രക്കൊക്കെ ചെയ്ത് പോയപ്പോൾ സൺറൈസ് ഇല്ല. കാരണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പം മേഘം കൊണ്ട് മൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നേരെ വേറൊരു വ്യൂ പോയിന്റിലേക്കും പോയി. അങ്ങനെ അവിടെ ഒരു ചെറിയ പോണ്ട് ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ പോയിട്ടില്ല. അപ്പം ഞാനും വേറെ കുറച്ച് 2 പേരും കൂടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക്. അപ്പോൾ വഴിയൊക്കെ തെറ്റി കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല, അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നേരെ പ്രോപ്പർട്ടിയിലേക്ക് തന്നെ എത്തി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പൂരിയും പിന്നെ ഫ്രൂട്ട്സും ബാജിയും പിന്നെ ബ്രെഡ് ടോസ്റ്റൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചായ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ ഫ്രഷപ്പൊക്കെ ആയി ഞങ്ങൾ നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ കുറച്ച് വീഡിയോസും ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.